ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. എല്ലാ കൂട്ടുകാരും ഇന്ന് വിഷു ഗംഭീരമായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വിഷു സദ്യയൊക്കെ കഴിച്ചെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാരെ, ഇന്ന് എന്തൊക്കെയാണ്? ഞാൻ ഇന്ന് രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയെന്ന് വിശ്വസിക്കുന്നു. ഞാനും അമ്പലത്തിലൊക്കെ പോയി ഇന്ന് രാവിലെ തന്നെ. ഇന്ന് എല്ലാ വർഷത്തേനെക്കാട്ടിലും മുമ്പെയാണ് റെഡിയായത്. രാവിലെ തൊട്ടടുത്തൊരു വിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെ പോയി. അവിടെ ചെന്നപ്പം ഒരുപാട് ആളുകളൊന്നും ആ അമ്പലത്തിൽ കാണത്തില്ല, ചെറിയ അമ്പലമാണ്. അവിടെ ചെന്നപ്പം പിന്നെ കഞ്ഞി ഭഗവാന്, അതിൻ്റെ കഞ്ഞി സദ്യയുണ്ട്. കഞ്ഞി അവിടെ ഒഴിച്ച് ഭഗവതിക്കും ഭഗവാനും ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുന്നു. കഞ്ഞിയും പയർ, അത് ഞാൻ ആദ്യമായിട്ട് കണ്ട് അവിടെ ഒഴിച്ച് ഭഗവാനൊക്കെ വയ്ക്കുന്നത്. അങ്ങനെ അത് ഒരു സന്തോഷം. അങ്ങനെ ഞാൻ തൊഴുതിട്ട് ഞാനും കഞ്ഞിയൊക്കെ വാങ്ങിച്ച് കുടിച്ച്, കുറച്ച് കഞ്ഞി ഒരു പാത്രത്തിൽ ഇവിടെ മോന് വാങ്ങിച്ചോണ്ട് വന്ന് കൊടുത്ത്, എന്നിട്ട് അങ്ങനെ ഇന്ന് രാവിലെ അതൊരു സന്തോഷം. നമ്മുടെ വിഷ്ണു ലക്ഷ്മി നാരായണ ക്ഷേത്രമാണ് തൊട്ടടുത്തുള്ളത്, അവിടെ പോയി തൊഴുതു. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് ഞാൻ മോൻ്റെ അടുത്ത് പറഞ്ഞ്, മോനെ നീ റെഡിയായി നിൽക്കണേ, ഞാൻ ഈ അമ്പലങ്ങളിലെല്ലാം പോയിട്ട് വരുമ്പോഴത്തേനും മോൻ റെഡിയായി നിൽക്കണം, അപ്പോഴും നമുക്ക് നമ്മളെ കുടുംബക്ഷേത്രത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞാൻ പിന്നെ ശിവക്ഷേത്രത്തിൽ പോയി അവിടെ തൊഴുത് എൻ്റെ കുറച്ച് കൂട്ടുകാരെയൊക്കെ കണ്ട്, അങ്ങനെ അവിടെ നല്ലതുപോലെ രണ്ട് ക്ഷേത്രത്തിലും വിഷുക്കണി ഗംഭീരമായിട്ട് തയ്യാറാക്കി വെച്ചിരുന്നു. ഞാൻ അത് തൊഴുത് എനിക്ക് വിഷു കൈനീട്ടവും കിട്ടി. എന്തൊരു സന്തോഷമാണെന്നറിയാമോ? നമുക്ക് എല്ലാ വർഷവും ഞാൻ ഈ അമ്പലത്തിൽ പോയി എനിക്ക് വിഷു കൈനീട്ടം കിട്ടുക, ആ നാണയം കൈ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് അടുത്ത വർഷം നമുക്ക് വാങ്ങിക്കാൻ പറ്റി, ഇനി വരും വർഷം അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലെ ചിന്തയാണ്. അങ്ങനെ എനിക്കിപ്പോൾ ഒരു പ്രശ്നം പറ്റി. എൻ്റെ ഈ കണ്ണിന് എന്തോ ഒരു പ്രശ്നം. കാരണം ഈ മൊബൈൽ ഇങ്ങനെ നോക്കുന്നതിൻ്റെയാണ്, ഈ കണ്ണാടി ഇങ്ങനെ എടുത്തങ്ങോട്ട് വെച്ചപ്പോഴത്തേന് ഈ കണ്ണിൻ്റെ ഇതിനകത്ത് ഒരു തട്ടലും എന്തോ ഭയങ്കരമായ അത് കാരണം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഉടനെ ഈ മൊബൈലങ്ങ് മാറ്റിയേ. വീഡിയോ ഇതിപ്പം മൊബൈലിന് അഡിക്ഷനായിരിക്കുക. കാരണം ഈ വീഡിയോ ഇതിങ്ങനെ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാണുന്നതും എല്ലാം കണ്ണിന് ഭയങ്കര സ്ട്രെയിനാണ്. അന്നേരം ഇനി ഇത് വീഡിയോ ഇടാതിരിക്കാനും വയ്യ. ഇതങ്ങ് ശീലമായില്ലേ ഇപ്പം, കുറേ നാളുകൊണ്ട് വീഡിയോ ഇടുന്നത് കൊണ്ട് ഇപ്പം അത് ചെയ്യാതിരിക്കാനും വയ്യ. അങ്ങനെയാണ്. അങ്ങനെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുമല്ലോ കൂട്ടുകാർ. അങ്ങനെ എനിക്ക് അമ്പലം വിശേഷങ്ങൾ, ഇന്ന് വിഷു ആയതുകൊണ്ടാണ് ഈ അമ്പലം കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം കാണാം, ഞാൻ ഇപ്പം ഈ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ നമ്മളെ സിങ്കു ഇരുന്ന് എമ്പുരാൻ കണ്ടതിൻ്റെ കഥ പറയുന്നു. എമ്പുരാൻ കണ്ടപ്പം സിങ്കുവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടല്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്തെല്ലാം നല്ല കൊല്ലും കൊലയും എല്ലാ സിനിമയ്ക്കകത്തും ഉണ്ട്. ഞാൻ സിനിമ കണ്ടില്ല, പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അതായിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്തോ കാരണം തമിഴിലും തെലുങ്കിലും എല്ലാം ഒരുവിധമൊക്കെ ഇങ്ങനെ ഇത്തിരി ഇതൊക്കെ കാണും. അങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. അതിങ്ങോട്ട് എന്നാലേ ആളുകൾ കാണത്തോളം എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ടാണോ എന്താണോ എന്തോ, നമുക്ക് പണ്ടത്തെ കണക്ക് ഒരു കുടുംബകഥ. ചില ആളുകൾക്കെല്ലാം ഇങ്ങനത്തതാണ് ഇഷ്ടം, ഇടിപ്പടങ്ങളാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ ഇത്തിരി കൂടെ വയസ്സായ തലമുറയ്ക്ക് ഈ ഇടി കാണുന്ന ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ കാണുന്നത് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തില്ല. അതായിരിക്കും കാര്യം. അവരെല്ലാം നല്ല മിടുക്കന്മാരും നല്ല ഇതുള്ള വ്യക്തികളുമാണ് ഈ സിനിമയൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ നമ്മൾ ഇങ്ങനത്തെ ചിന്താഗതിക്കാരായതുകൊണ്ട് നമ്മളെന്താഗ്രഹിക്കുന്നു, കുറച്ച് കുടുംബകഥകൾ, കുറച്ച് നല്ല കുറച്ച് പാട്ടുകളും. എനിക്ക് അതൊക്കെയാണ് ഇഷ്ടം. കുറച്ച് പാട്ടുകളും കുറച്ച് കൊച്ചു വർത്താനമൊക്കെ പറയുന്ന, കുറച്ച് അതിനകത്ത് സുഹൃത്ത് ബന്ധങ്ങളും പിന്നെ ഇച്ചിരി ലവ് അഫെയറും ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ് എനിക്കൊക്കെ ഇഷ്ടം. അതൊക്കെ നമുക്കൊരു സന്തോഷമൊക്കെ തരുന്നത്, ഇച്ചിരി കോമഡിയൊക്കെ ഉള്ള അതൊക്കെ വേണം, എങ്കിലേ ഒരു രസമുള്ളൂ. ഇത് എപ്പോഴും ഇല്ല, തുടക്കം തൊട്ട് നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തി നമ്മളെ ഇങ്ങനെ ഹൃദയം ഇടിപ്പിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ നമുക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 2-3 പടം കണ്ട് നമ്മുടെ മോഹൻലാലിൻ്റെയും അതെല്ലാം ഇങ്ങനെ
എനിക്ക് ഇത് താങ്ങാൻ വയ്യാത്തത് കാരണം ഇപ്പം ഞാൻ പടം കാണാനൊന്നും അങ്ങനെ പോകുന്നില്ല. എനിക്ക് ഇച്ചിരി കുടുംബകഥകളൊക്കെ കാണണം. നമ്മളെ ഈ ജയറാമിൻ്റെയും പൃഥ്വിയുടെയൊക്കെ ഇല്ല ചില സിനിമകളൊക്കെ ഉണ്ട്. കുറുക്കുമൊഴി എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ കൂടെയൊക്കെ ഉള്ളൊരു സിനിമയുണ്ടല്ലോ, അത് അങ്ങനെയൊക്കെയുള്ള കഥയുള്ളത്. നവ്യ നായരുമായിട്ടൊക്കെ ഉള്ള ചില പടങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടം. പിന്നെ നമ്മളെ ജയറാമിൻ്റെ കുടുംബകഥകൾ, അതൊക്കെ എന്ത് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാനും. നമുക്ക് നല്ല സന്തോഷവും തരുന്നതാണ് അതിനകത്ത്. കോമഡികളും ജഗദീഷിൻ്റെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമകൾ ഇനി എന്ന് വരുമോ എന്തോ. ഇതൊക്കെ ഇങ്ങനെ ആശിച്ച് മോഹിച്ച് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും കഥാകൃത്തിൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ പുതിയ ഐഡിയകൾ വന്ന് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഭാവിയിൽ ആരെങ്കിലും ഇങ്ങനെ വീണ്ടും കൊണ്ടുവരുമായിരിക്കും. ആ പഴയ പാട്ടിൻ്റെ ഒരു എന്തൊരു കേൾക്കുമ്പം തന്നെ മനസ്സിന് എന്തോ ഒരു ഫീലാണ് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള പാട്ടുകൾ എന്തോ ആ പാട്ടുകൾ കേട്ടാൽ എന്തോ തോന്നുന്നത്. ഇതൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഈ പാട്ടുകളൊന്നും ആ പഴയ കാലത്ത് ആ ഒരു ഫീല് ഒന്നുമില്ല. എന്തൊക്കെയോ ഉണ്ട്. അത് മാത്രമല്ല സിനിമകളിലൊന്നും വലിയ പാട്ടുകളും ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമകൾ. എല്ലാ ആളുകൾക്കും ചിലപ്പോൾ അത് പിടിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ഉള്ളത് നമുക്കുള്ള മനസ്സിന് താങ്ങാനൊന്നും പറ്റത്തില്ല. ഇത്തിരി മനസ്സമാധാനമാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി അമ്പലക്കഥയിലേക്ക് തിരിയുക. അങ്ങനെ ഞാൻ പോയി. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ശിവഭഗവാനെ കണ്ട് അവിടുത്തെ കണിയെല്ലാം കണ്ട് പിന്നെ നേരെ കൃഷ്ണൻ്റെ അമ്പലത്തിലോട്ട്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഈ പാൽപ്പായസം കുടിക്കണമെന്ന്. അങ്ങനെ പാൽപ്പായസം സാധാരണ അവിടെ നിന്ന് കിട്ടുന്നതായിരുന്നു. പക്ഷേ ഇന്ന് അവിടെ അതില്ലായിരുന്നെന്ന് തോന്നുന്നു. അതോ ഇനി തീർന്നോ എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ തിരക്കിയപ്പം പറഞ്ഞ് 10:30 കഴിയുമെന്ന്. അന്നേരം എനിക്ക് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പോകാനായിട്ട് ഞാൻ ചട്ടം കെട്ടി വെച്ചിരിക്കുക. അന്നേരത്തേന് സമയം പോകും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തൊഴുത് പുതുകാവ് ഭഗവതിയുടെ അടുത്ത് പോയി അവിടെയും തൊഴുത് പിന്നെ കുടുംബക്ഷേത്രത്തിലും പോയി. ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് എനിക്കിന്ന് ഒരു സാധനം ഉണ്ടാക്കണമെന്നൊരാഗ്രഹം. മാമ്പഴ പുളിശ്ശേരി. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ആരും അത് കാണുന്നില്ല. പലതരത്തിലുള്ള കുക്കിംഗ് വീഡിയോസ് എല്ലാം ഇങ്ങനെ നല്ല എക്സ്പേർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുമ്പം ഇതൊന്നും ആരും കാണത്തില്ല. എങ്കിലും ഞാൻ എൻ്റെ ഐഡിയ വെച്ച് ഞാൻ ഉണ്ടാക്കി. നല്ല കിടിലമായിരുന്നു. ഉണ്ടാക്കി വെച്ചു. ഞാൻ കഴിച്ചതൊന്നുമില്ല. ഇപ്പോൾ സന്ധ്യയ്ക്കാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മാമ്പഴപ്പുളിശ്ശേരി റെഡിയായിരിക്കുക. നാട്ടുമാങ്ങ വേണം. അങ്ങനെയാണ് ഞാൻ പരവൂർ കമ്പോളത്തിൽ പഴുത്ത മാങ്ങയുടെ സ്ഥലമാണ്. പഴുത്തെന്ന് വെച്ചാൽ നാടൻ മാങ്ങ, പാണ്ടി മാങ്ങ എന്ന് പറയും. അതിന് വേറെയും പേരുണ്ട്. ഞങ്ങൾ പറയുന്നത് പാണ്ടി മാങ്ങ എന്നാണ്. ഈ പാണ്ടി മാങ്ങ തിന്നാൻ നല്ല കൊതിയാണ്. അങ്ങനെ പാണ്ടി മാങ്ങ, നാട്ടുമാങ്ങ ഈ സംഭവം തേടിയാണ് പരവൂർ കമ്പോളത്തിൽ പോയത്. അങ്ങനെ നാട്ടുമാങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി. ഇതാണ് ഇന്നത്തെ കമ്പോളത്തിലെ കഥ. വേറൊരു സാധനവും വാങ്ങിയില്ല. അന്നേരത്തേന് ഞങ്ങൾക്കങ്ങ് വിശക്കുന്നുണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ അപ്പോഴേ ദഹിച്ച് എല്ലായിടത്തും നടന്ന്. ഞാനാണെങ്കിൽ ഒരു ശകലം കഞ്ഞി കുടിച്ചോളൂ. എനിക്കാണെങ്കിൽ ഇത്രയെല്ലാം നടന്ന് എല്ലാം പോയപ്പോഴത്തേന് ഞാനങ്ങ് ക്ഷീണിച്ച്. അന്നേരം മോൻ പറഞ്ഞെന്നാൽ ഞാൻ എനിക്ക് ശിവഗിരി പോയി ഗുരുസ്വാമിയുടെ അടുത്തുനിന്ന് ചോറ് കഴിക്കണം. എന്നവിടെ വിഷുവല്ലേ, വിഷു സദ്യയൊക്കെ കാണുന്നു. അപ്പോഴും ഉത്തരന് സമ്മതമല്ലെന്നല്ല, അവന് ബിരിയാണി കഴിക്കണം. ആൺപിള്ളേർക്ക് ബിരിയാണിയും മന്തിയൊക്കെ അല്ലേ ഇഷ്ടമുള്ളൂ. അന്നേരം പിന്നെ ഇത് രണ്ടും കൂടെ ശരിയാവത്തില്ല. അത് കാരണം പിന്നെ വെയിലാണ്, അത് സത്യമാണ്. ഉച്ചയ്ക്ക് ഇവിടുന്ന് പിന്നെ 11:30 ആയപ്പോഴാണ് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത് പരവൂരിന്ന്. പിന്നെ അവിടെ പോകണമെങ്കിൽ പിന്നെയും 1 മണിക്കൂർ എടുക്കുക. അപ്പോഴത്തേന് കൊടും ചൂടാവും. അന്നേരം പിന്നെ അതങ്ങ് പരിപാടി മാറ്റി. ഇച്ചിരി നേരം അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു പോരുന്നു. കൊട്ടിയം വഴി വരുമ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വെറുതെ എങ്കിലും ഒന്ന് കയറിയില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല. അങ്ങനെ അവിടെയെല്ലാം ഒന്ന് കയറി ഇച്ചിരി നേരം അവിടെയൊക്കെ കറങ്ങി എന്തെങ്കിലും 1-2 സാധനങ്ങൾ. അവിടെ നല്ല ലാഭത്തിന് വാങ്ങിക്കാൻ കിട്ടുന്നൊരു സാധനമുണ്ട്, മീൻ. നല്ല ഫ്രഷ് മീൻ കിട്ടും. പിന്നെ ബിരിയാണി കൊതിയന്മാർക്ക് അവിടെ എല്ലാ തരത്തിലുള്ള ബിരിയാണികളും കിട്ടും. ഇതാണ് അവിടെ പോയാലുള്ള പിന്നെ ചീര എല്ലാം ഉണ്ട്, വെജിറ്റബിൾസ് എല്ലാം വാങ്ങിക്കാം.
ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന്. നല്ല മേളിൽ ഇന്നാണ് ഞാൻ കണ്ടത്. അവിടെ ഫുഡ് കോർട്ട് പോലെ എല്ലാം ഉണ്ട്, പല ഫുഡുകളും എല്ലാം ഉണ്ട്. നല്ല ഗംഭീരമായിട്ട് എല്ലാം കെട്ടി ഓരോന്ന് ഓപ്പൺ ചെയ്ത് ഇടുന്നുണ്ട്. എന്തായാലും അതൊരു കാര്യമായി. നമ്മുടെ തൊട്ടടുത്ത് തന്നെ അങ്ങനെ ഒരു സ്ഥലം. എല്ലാവർക്കും പോയി, പിള്ളേരെല്ലാം ഞായറാഴ്ച ആകുമ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഒരു സന്തോഷമാണ് ഫാമിലിയായിട്ട്. ഇതൊക്കെയാണ് കൂട്ടുകാരെ എൻ്റെ ഇന്നത്തെ വിശേഷം. എല്ലാവരെയും കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ടാറ്റാ.